പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. ഇതിനെപ്പറ്റി തീരെ ധാരണയില്ല അല്ലേ? ഫോൾസ് ഇൻഫർമേഷൻ അണിച്ച് പോടാ. നിന്നെ പോലെ റെഡി ക്യാഷ് ഉള്ളവരല്ല എല്ലാവരും. നിനക്ക് ജനങ്ങൾ വീഡിയോ കൊണ്ടോ എന്റെ ക്യാഷ് അക്കൗണ്ടിൽ കാണും. ഇവന്റെ വർത്തമാനം കേട്ട ലോകത്ത് ആരും ലോൺ എടുക്കാത്തവരാണെന്ന് തോന്നുന്നു. കണ്ടന്റ് ഇല്ലെങ്കിൽ ഇമാതിരി വിവരക്കേട് വിളമ്പാതിരിക്കുന്ന നല്ലത്. ഇവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ ആപ്പിളിൽ നിന്ന് വന്നിരിക്കുന്ന ഒഫീഷ്യൽ ഇമെയിലുള്ള ഈ ബ്രേക്കപ്പ് ഇല്ലേ, ഈ ബ്രേക്കപ്പും ഫേക്കാ. ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷ് പിടിച്ചേക്കുന്ന ഈ സ്ക്രീൻഷോട്ടില്ലേ, ഇതും ഫേക്കാ. ഓക്കെ, സംഭവം എന്താണെന്ന് മനസ്സിലായില്ല അല്ലേ? ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം ഞാൻ നോ കോസ്റ്റ് EMI പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അതായത് ഈ അടുത്ത് കണ്ടുവരുന്ന ഒരു പരിപാടിയാണ്, നിങ്ങളൊരു ഫോൺ എന്തെങ്കിലും മേടിക്കാനായിട്ട് ചെല്ലുവാണെങ്കിൽ ഫുൾ പേയ്മെന്റ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് പറയും. പക്ഷേ ഇത് തന്നെ നിങ്ങൾ ഫുൾ പേയ്മെന്റ് കൊടുക്കാണ്ട് EMIയിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ ഭയങ്കര സേവിങ്സ് കിട്ടും. എന്നാൽ പിന്നെ EMI എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ലാഭകരം എന്ന് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് കൈ ക്യാഷ് ഉണ്ടായിട്ടും EMI എടുപ്പിച്ചിട്ട് അതിന്റെ അടവ് പിന്നീട് മുടങ്ങിയിട്ട് കുറേയധികം പൈസ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. സോ കയ്യിൽ ഫുൾ ക്യാഷ് ഉണ്ടായിട്ടും നോ കോസ്റ്റ് EMI ജസ്റ്റ് ലാഭം കിട്ടാൻ വേണ്ടി മാത്രമാണ് പോയി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഈ കാര്യത്തെ പറ്റി ഞാൻ ആക്ച്വലി വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ ഇപ്പം നിങ്ങൾ രണ്ട് കാര്യം വിചാരിക്കുന്നുണ്ടാവും. ഒന്ന്, ബ്രോ ഇട്ട് ആ വീഡിയോയിൽ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടോ? വെൽ, ആ വീഡിയോ 1 ലക്ഷം പേരോളം കണ്ടിട്ടുണ്ട്, കുറേ അധികം ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ 3, 4, 5 ആൾക്കാർ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ എടുത്തുചാടി കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, യെസ്, ഈ ഒരു കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ തന്നെ ഇടണം. അല്ലാതെ ഷോർട്ട് വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ആൾക്കാരുണ്ട് കാര്യം മനസ്സിലാവാതെ എടുത്തുചാടി കമന്റ് ഇടുകയും. ഇങ്ങനെ കമന്റ് ഇടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നല്ല കാര്യം. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ആ കമന്റുകൾ കണ്ട് ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നവർ പോലും ആ കമന്റാണ് സത്യം എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. സോ ആ ഇട്ടേക്കുന്ന കമന്റുകളൊന്നും തന്നെ നെഗറ്റീവ് കമന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ എടുത്തിരുന്ന എക്സാമ്പിൾ iPhone 16 Pro Maxന്റെ ഒരു EMI ബ്രേക്കപ്പ് ആണ്. അത് എടുക്കാൻ കാരണം കൂടുതൽ ആൾക്കാരും ഐഫോണുകളൊക്കെ തന്നെയാണ് EMI കൊടുത്ത് വാങ്ങിക്കാറുള്ളത്. ആൻഡ് ഇങ്ങനെ ഫോൺ എടുക്കുന്നവർ 1 രൂപയെങ്കിൽ 1 രൂപ എങ്ങനെ ലാഭിക്കാൻ പറ്റും എന്ന് വഴി നോക്കി നടക്കുന്നവരുമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ആപ്പിളിന്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ EMI-നാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. യെസ്, 24 മാസം വരെയുള്ള നോ കോസ്റ്റ് EMI കിട്ടുന്നുണ്ട്. ആൻഡ് അതിൽ നിങ്ങൾക്ക് 4000 രൂപ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. സോ വളരെ ലാഭകരമായിട്ടുള്ള പരിപാടിയാണ് എന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഒരു iPhone 16 Pro ഒരു 256GB സെലക്ട് ചെയ്യുവാണ്, കളർ സെലക്ട് ചെയ്തു, ട്രേഡിനൊന്നും വേണ്ട, ആപ്പിൾ കെയർ പ്ലസ് ഒന്നും വേണ്ട. സോ ടോട്ടൽ MRP വന്നിരിക്കുന്നത് 1,29,990 രൂപയാണ് ഇവിടെ കാണുന്നത്. അതിന് തൊട്ട് താഴെ എക്സ്പ്ലോർ നോ കോസ്റ്റ് EMI ആൻഡ് ക്യാഷ് ബാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് ഇപ്പം എൻ്റെ കയ്യിൽ യെസ് ബാങ്കിൻ്റെ ഒരു കാർഡ് ഉണ്ട്. സോ ഞാൻ യെസ് ബാങ്കിൻ്റെ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ 4000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുമെന്നല്ലേ നോ കോസ്റ്റ് EMI കണ്ടത്. ഇപ്പോൾ നോക്കി ഏറ്റവും മുകളിൽ എഴുതിയേക്കുന്നത് എന്താണ്, നിങ്ങൾ നോ കോസ്റ്റ് EMI ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10,000 റുപ്പീസ് വരെയുള്ള ക്യാഷ് ബാക്കുകൾ കിട്ടുന്നുണ്ട്. വാവ്, 4000 നിന്ന് ഇപ്പോൾ 10,000 രൂപയുടെ ലാഭം നമുക്ക് അവിടെ വന്നു. എന്നിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എത്ര മാസത്തെ അടവാണെന്നും എത്ര രൂപയാണ് അടവ് വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ അടവ് എത്രയാണ് എന്ന് കാണിക്കുന്നതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ടാവും ഇൻക്ലൂഡ്സ് ടോട്ടൽ സേവിങ് ഓഫ് ഇത്ര രൂപ. അപ്പോൾ 6 മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം 5,853 രൂപയുടെ സേവിങ്സ് കിട്ടുന്നുണ്ട്. 1,29,000 രൂപയുടെ ഫോണിൽ എനിക്ക് 5,000 രൂപയുടെ സേവിങ്സ് കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ? നോക്കുമ്പോൾ 10 ഇയർ കൂടുന്നവരും നിങ്ങളുടെ സേവിങ്സ് കൂടി വരുവാണ്. യെസ്, ഈ ഒരു സംഭവത്തിനെ പല സെയിൽസ്മെൻമാരും കസ്റ്റമേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതും കാണാം. കാരണം ആ കാണിക്കുന്നത് ടോട്ടൽ സേവിങ് അല്ല, മറിച്ച് നിങ്ങൾ EMI എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട ഒരു എമൗണ്ട് ആണ്. ആ ഒരു ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ട എമൗണ്ട് അവർ ഡിസ്കൗണ്ട് ആയിട്ട് തരിക എന്ന് മാത്രമാണ്. വിച്ച് മീൻസ് ഇവൻച്വലി എത്രയാണോ 1,29,990 രൂപയാണോ നിങ്ങളുടെ ഫോണിൻ്റെ എമൗണ്ട്, ആ ഒരു എമൗണ്ട് തന്നെ കയ്യിൽ നിന്ന് പോകും. പ്ലസ് ആ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓരോ മാസവും പിടിക്കുന്ന സമയത്ത് ആ മാസം പിടിച്ച ഇൻട്രസ്റ്റിൻ്റെ 18% GST നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. വിച്ച് മീൻസ് എല്ലാ മാസവും 18% GST നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ 6 മാസത്തേക്ക് ആ GST അടയ്ക്കുമ്പോൾ ആ ഒരു GSTയുടെ എമൗണ്ടും എക്സ്ട്രാ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് മുകളിൽ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കടയിൽ പോവുകയാണ്, നിങ്ങൾ ഫുൾ ക്യാഷ് ആയിട്ട് ഒരു 50,000 രൂപ ആയിട്ട് നിങ്ങൾ കടയിലേക്ക് പോവുകയാണ്. ആ ഒരു 50,000 രൂപയ്ക്ക് നിങ്ങളൊരു ഫോൺ മേടിക്കാൻ നിൽക്കുവാണ്. നിങ്ങൾ ആ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും നിങ്ങളോട് പറയുന്നത് EMI നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സേവിങ്സ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോൾ ഒബ്വിയസ്ലി ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യെസ്, ഇത്ര രൂപ സേവിങ്സ് വരുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ EMI തന്നെ എടുത്തേക്കാം എന്ന് പറഞ്ഞ് EMI എടുക്കുകയും, ചില EMIക്ക് പ്രോസസ്സിംഗ് ഫീ ഒന്നുമില്ല, ബട്ട് ചില EMIക്ക് പ്രോസസ്സിംഗ് ഫീ ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു 200, 300, 400 പ്രോസസ്സിംഗ് ഫീ പിടിക്കും. ആ പ്രോസസ്സിംഗ് ഫീയുടെ മുകളിൽ ഒരു GST പിടിക്കും. എന്നിട്ട് നിങ്ങളുടെ മാസ അടവ് തുടങ്ങും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു അടവിൻ്റെ എമൗണ്ട് മാത്രമേ അടച്ചാൽ മതി എന്ന്. മാസാവസാനം ബില്ല് വരുന്ന സമയത്തായിരിക്കും അടവിൻ്റെ എമൗണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റും വന്നിട്ടുണ്ടാവും. ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ GSTയും വന്നിട്ടുണ്ടാവും. പക്ഷേ
ആ ഇൻട്രസ്റ്റ് എത്രയാണോ വന്നത് എന്നുള്ളത് മാത്രം തുടക്കത്തിൽ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. ബട്ട് GST കോമ്പണന്റിന് ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടായിട്ട് നോ കോസ്റ്റ് EMIയിലാണ് ലാഭം എന്ന് പറഞ്ഞ് നോ കോസ്റ്റ് EMI എടുക്കുന്ന എത്ര പേര് ആ കയ്യിലുള്ള റെഡി ക്യാഷ് അപ്പോൾ തന്നെ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് FD ഒക്കെ ഇട്ട് വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഈ 6 മാസത്തിന് ശേഷം ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു GSTയുടെ എമൗണ്ടിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കിട്ടി, സോ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. സോ 1.5 ലക്ഷം രൂപയുടെ ഐഫോൺ എന്നല്ല 10,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ ഫോൺ നിങ്ങൾക്ക് റെഡി ക്യാഷ് കൊടുത്ത് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട് ഒഴികെ, അതായത് ചില ബാങ്കുകളുടെ കാർഡിൽ നിങ്ങൾ EMI എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇത്ര രൂപ ഇൻസ്റ്റന്റ്ലി കുറയും. ആ പർട്ടിക്കുലർ കാർഡ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ആ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുകയില്ല. അല്ലാത്ത പക്ഷം EMI എടുക്കുമ്പോൾ വരുന്ന ഇൻട്രസ്റ്റിനെ സേവിങ്സ് ആയിട്ട് കാണിച്ച് അത് വലിയൊരു ലാഭമാണ് എന്നുള്ള രീതിയിൽ തോന്നിച്ച് പോയി EMI പോയി എടുക്കാതിരിക്കുക. കാരണം നോ കോസ്റ്റ് EMI ആണെങ്കിൽ പോലും ഒരു മാസത്തെ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ അടവ് മുടങ്ങിയതിൻ്റെയും ലേറ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്തതിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എമൗണ്ട് വളരെയധികം കൂടി വരും. സോ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.